ഒരു 15 റുപ്യക്ക് 17-18 വില വരുന്നുണ്ട്. അതിനെ ചോദ്യം സ്വന്തം മാർക്കറ്റ് രസം മോശമായതുകൊണ്ടേ അല്ലെങ്കിൽ ആരോളം 10 രൂപ വിറ്റ് പോണതാണ്. വലിയ കളയാവും. പിന്നെ ഈ ചുരി പറയും ആ സൈസിൽ പെട്ടവൻ. ഇത് 20 രൂപ, അത് 17, അത് 15. സുഹൃത്തുക്കളെ, ഈ ആഴ്ച വാണിയംകുളം ചന്തയിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ക്വാളിറ്റിയില്ല ഫ്രഷ് കുട്ടികൾ എന്ന് തന്നെ പറയാം. അതുപോലത്തെ കുട്ടികളാണ് ഈ ആഴ്ച വാണിയംകുളം ചന്തയിൽ വന്നിട്ടുള്ളത്. ഈ ഏട്ടൻ്റെ അടുത്തൊക്കെ നല്ല അടിപൊളി കുട്ടികൾ എല്ലാ ആഴ്ചയും വരും. ഈ ആഴ്ചയിൽ കാളകളും അതുപോലെ മൂരിക്കുട്ടികളും ഏകദേശം ഒരു 10ൻ്റെ ചോട്, ഒരു 12-11ൻ്റെ ചോട് രൂപയിലുള്ള കുട്ടികളാണ് ഈ ആഴ്ച. നല്ല അടിപൊളി ക്വാളിറ്റിയില് ഫ്രഷ് ചെയ്യാൻ വെറുതെ പറയല്ല, ഞങ്ങൾ ചന്തയിൽ വന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. കാരണം ഈ ഏട്ടൻ്റെ അടുത്തുള്ള കുട്ടികളൊക്കെ നല്ല അടിപൊളി കുട്ടികളാണ്. പെട്ടെന്ന് വിറ്റ് പോകും. രാവിലെ ഒരു 6-7 മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 8 മണിൻ്റെ ഉള്ളിൽ ഫ്രഷ് കുട്ടികളെ നല്ല കണ്ണും കാര്യങ്ങളും നല്ല അയകും ഫ്രണ്ടും തലൻ്റെ എടുപ്പൊക്കെ കാണുമ്പോൾ നീ കണ്ട ഈ കുട്ടിക്കൊക്കെ 25 രൂപയാണ് ചോദിക്കണത്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തന്നെ ഫുൾ വീഡിയോ ആണ്. അതുപോലെ ഇതൊക്കെ ഒരു 12 രൂപ. അതിന് ചെറിയ രൂപ ചോദിക്കണേ. 10 രൂപ 12 രൂപ മെയിൻ ചോദിക്കണേ. ഞാനിത് പോയ ഒരു വില പറഞ്ഞുതരാം എത്രക്കാണ് പോയിട്ടില്ല. ഇത് 19 രൂപ ചോദിക്കണേ. ലാസ്റ്റ് 15 രൂപ പറഞ്ഞു കൊടുത്തിട്ടില്ല, 15,500 പറഞ്ഞു കൊടുത്തിട്ടില്ല. നല്ല അടിപൊളി കാണുന്നു. അതുപോലെ ഇത് 16, 18, 20 ആണ് ചോദിക്കുന്നത്. ഈ തലക്കത്തെ കറുപ്പ് 20 രൂപ ചോദിക്കും. അതുപോലെ ഇത് 14. അത് ചെറിയ പൈസക്ക് ചെറിയ രൂപക്ക് നമുക്ക് ചന്തയിൽ ഇത് 2 25 രൂപ ചോദിക്കുന്നത്. അതുപോലെ ഇതൊക്കെ ഒരു 12 രൂപ ഒക്കെ ചോദിക്കുന്നത്. ഇത് കണ്ടില്ലേ? ഇത് നടുത്തത് 18, ഈ തലക്കത്ത് 20, മറ്റേത് 16. നല്ല അടിപൊളി ഫ്രഷ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നേരെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന പോലത്തെ കുട്ടികളാണ്. കാരണം വലിയ ക്ഷീണവും കാര്യങ്ങളില്ലാത്ത ഈ കാളക്കുട്ടിക്ക് 19 രൂപ പറഞ്ഞത് ഒരുപാട് ആളുകൾ നമ്മൾ ചോദിക്കുന്നുണ്ട്, പക്ഷെ കൊടുത്തിട്ടില്ല. ഇത് 2 ചോദിക്കുന്നത് 25 റുപ്യാണ് ചോദിക്കുന്നത്. അപ്പോൾ ചെറിയ പൈസക്ക് കിട്ടും. ഇത് രാവിലെ ഒരു 6-7 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാളക്ക് പിടിയും വലിയും കൂടാണ്. കുറേ ആൾക്കാർ വന്ന് നോക്കുന്നുണ്ട്, പക്ഷെ ആർക്കും കൊടുത്തിട്ടില്ല. അതേപോലെ ഇത് ഒക്കെ നല്ല ഫ്രഷ് ചെറിയ കുട്ടികൾ പെട്ടെന്ന് വിറ്റ് പോകുന്നുണ്ട്. ഒരു 8-9 മണിയാകുമ്പോൾ പെട്ടെന്ന് വിറ്റ് പോകും. അത് രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഫ്രഷ് കുട്ടികളെ കിട്ടും. ഇത് വിറ്റുപോയി. അതേപോലെ ഇവിടെ വേറൊരു കള. അങ്ങനെ കുറച്ച് ഈ ഭാഗത്ത് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ എന്നും ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇതൊരു പശുക്കുട്ടിയാണ്, 18 രൂപ ചോദിക്കുന്നത്. മൂരിക്കുട്ടികൾ അതേപോലെ കാളക്കുട്ടികൾ ഒക്കെ ഈ പശുക്കുട്ടിയാണത്. ഇത് 18 രൂപ ചോദിക്കുന്നത്. ഇത് നല്ല കാണാനും അത്യാവശ്യം നല്ല ഇതിപ്പോൾ നേരത്തോടെ കണ്ട കുട്ടികൾ തന്നെയാണ്. 25 രൂപ. അതേപോലെ കണ്ടില്ല, നല്ല കളറും കാര്യങ്ങളും കാണാനും ചൊറുക്കുണ്ട്. കമ്പ് ഫ്രണ്ടെന്ന് പോലെ കാണുമ്പോൾ തന്നെ വലിയ ക്ഷീണവും കാര്യങ്ങളും ഇല്ലാതെ ഫ്രഷ് ആയിട്ടുള്ള കുട്ടികളാണ്. ഈ ഭാഗത്തൊക്കെ നല്ല അടിപൊളി കുട്ടികളെ എല്ലാവരും അതിരാവിലെ തന്നെ ചന്തയിൽ വരിക. നിങ്ങളുടെ മൂരിക്കുട്ടികളെ കാളക്കുട്ടികൾ പശുക്കുട്ടികളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ വാണിയംകുളം ചന്തയിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. ഈ 2 കുട്ടികളെ പോയിട്ടുള്ളത് 17,000 രൂപക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം എത്ര പറഞ്ഞിട്ടുണ്ടാവും, എത്ര കിട്ടിയത്, എത്ര രൂപക്കാണ് പാർട്ടിക്കാർ എടുത്തത്, അതേപോലെ ആളുകൾ എടുത്തത് എന്നുള്ളത്. 17,000 രൂപക്കാണ് പോയിട്ടുള്ളത്. അതുപോലെ ഇതും അതേ ഏകദേശം ഒരു 10 രൂപ 15 രൂപ ഒക്കെയാണ് ചോദിക്കുന്നത്. ചെറിയ പൈസക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ചന്തയിലെ വിലകൾ.
നല്ല ക്വാളിറ്റി ഉള്ള ഫസ്റ്റ് വരുമ്പോൾ നല്ല സൂപ്പർ കുട്ടികൾ എല്ലാ ആഴ്ച ഉണ്ടാവലുണ്ട്. നല്ല കളറ് എവിടുന്ന അവരെ കിട്ടണമെന്ന് അറിയില്ല. എല്ലാ ആഴ്ചയും ഉണ്ടാവും. വാണിയംകുളം ചന്തയിലാണ് കൂടുതലായിട്ട് കാണാറുള്ളത് കേട്ടോ. അത് ചെറിയ കുട്ടികളൊരു സെലക്ഷൻ തന്നെ വലിയൊരു ഏരിയ ഉണ്ടായതുകൊണ്ട് അവിടെ നിറഞ്ഞു നിൽക്കും. ആവശ്യക്കാർ ഇതുപോലുള്ള കുട്ടികളെ തേടുന്നുണ്ടെങ്കിൽ വാണിയംകുളം ചന്തയിൽ വരിക. അത് രാവിലെ ഒരു 6:30-7 മണിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള കുട്ടികൾ നിങ്ങൾക്ക് കിട്ടും. ഈ ചെക്കനും ടീമാണ് ഇതെടുത്തിട്ടുള്ളത്. 17,000 രൂപക്ക് 2 എടുത്തിട്ടുള്ളത്. കുറെ പിടിയും വലിയൊക്കെ കൂടി ലാസ്റ്റ് കൊടുത്തു. ഏകദേശം ഈ ആഴ്ച കുറച്ച് ചന്ത ചളിപ്പ് എന്നൊക്കെ പറയുമല്ലോ, ചടപ്പായിരുന്നു. അപ്പോൾ റേറ്റ് കുറച്ച് കുറവുണ്ട്. ചന്തയിൽ റേറ്റ് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. ചെറിയ കുട്ടികളെ കൂടുതൽ സെലക്ഷൻ ഇത് വാണിയംകുളം ചന്തയിലാണ് കണ്ടിട്ടുള്ളത്. അതൊക്കെ ഓരോ പാർട്ടികൾ വന്ന് നോക്കി. ഇവിടത്തേക്ക് ഒരു 10 എണ്ണം ഉണ്ടാവും. 10 കുട്ടികൾ ഉണ്ടായിരുന്നു. കാളകൾ അതേപോലെ 100 കുട്ടികളെ പശുക്കുട്ടികളായിട്ടൊക്കെ വിട്ടുപോയി. ഇപ്പൊ ആകെ 2 കുട്ടികളല്ലേ. ഒരു കുട്ടിനെ വേറെ ആള് നോക്കുന്നുണ്ട് അവിടെ. അപ്പൊ അതാണ് സ്ഥിതി. ഈ ഏട്ടൻ്റെ അടുത്ത് 4 എണ്ണാണ് ബാക്കി. അപ്പോ 4 എണ്ണം ബാക്കിയൊക്കെ തീർന്നു. പെട്ടെന്ന് തീരും. അതാണ് ഈ ചെറിയ കുട്ടികളോടത്. ഇതിപ്പോ ഈ 2 എണ്ണം 25 റുപ്യാണ് ചോദിക്കുന്നത് ലാസ്റ്റ്. നല്ല സൂപ്പർ കുട്ടികളാണ്. കുറെ ആൾക്കാരെ നോക്കി, പക്ഷെ അങ്ങോട്ട് സെറ്റ് ആവണില്ല. അതിന് കുറയണില്ല. ഏകദേശം ഒരു 28 റുപ്യക്കാണ് ചോദിക്കണത്. പക്ഷെ ലാസ്റ്റ് 25 റുപ്യ പറഞ്ഞിട്ടും പോയിട്ടില്ല. എല്ലാരും വന്ന് നോക്കുന്നുണ്ട്. എല്ലാരും ഒന്ന് നോക്കിങ്ങാണ്ട് പോകുന്നുണ്ട്. പക്ഷെ ആവണില്ല. നല്ല സൂപ്പർ കണ്ണുകളും താലൊക്കെ അടിപൊളിയാ. നല്ല കുട്ടികളാ. പക്ഷെ 28 റുപ്യ മെയിനെ ചോദിക്കണം കേട്ടോ. പക്ഷെ അതിന് കുറക്കണില്ല. കുറെ ആൾക്കാർ വന്ന് നോക്കും. പക്ഷെ അതിന് വിലയും കുറക്കണില്ല. 25 ലാസ്റ്റ് പറഞ്ഞു. എന്നിട്ടും ആൾ പാർട്ടിക്കാർ എടുക്കണില്ല. ഇതാണ് ഈ ചന്തയിൽ ഇന്നത്തെ ഏറ്റവും ടോപ്പ് കുട്ടികൾ. കുറെ ആൾക്കാർ നോക്കി വില വെക്കാതെ കുറെ ആൾക്കാർ പോയി. ലാസ്റ്റ് വരെ ഈ ചന്തയിൽ കുട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആ വില കിട്ടണം എന്ന് പറഞ്ഞിട്ട് അതുവരെ പോയിട്ടില്ല. കുട്ടി 19 രൂപയാണ് ചോദിക്കണത്. പക്ഷെ നടന്നിട്ടില്ല കച്ചവടം. 15 റുപ്യ വരെ പറഞ്ഞു. ഇത് 20 റുപ്യ. ഇതുണ്ടല്ലേ, നമ്മൾ ഫസ്റ്റ് കണ്ടാണ് 16 റുപ്യ 18 റുപ്യ അതൊക്കെ ചോദിക്കുന്നത്. ഏകദേശം ഈ ആഴ്ച ചന്തയിൽ നല്ല സൂപ്പർ കുട്ടികൾ ഉണ്ടായിരുന്നു. ഇനി അടുത്ത ആഴ്ച ഏത് രീതിയിലുള്ള കുട്ടികളാണെന്നുള്ളത് നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക.